Beginners to Ellen's Academy's English class. In this session, we'll be dealing with letters. Portions നമ്മളുടെ chapter ആയിട്ടുള്ള writing letters and memos എന്ന് പറയുന്ന chapterലെ the second section which is dealing with letters ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ deal ചെയ്തത്. So in this new session, we'll be dealing with the types of letters. Two types of letters നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? The first one is letter of complaint and the second one is letter of inquiry. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ what all are the structure of how to write a letter. The first one is sender's address അല്ലേ? From address കൊടുക്കും. അതിനുശേഷം we'll be giving a date, then to address, and later on we'll be giving salutations sir or ma'am. അതിനുശേഷം we'll be writing the whole body and then the closing statement with an enclosure. ഞങ്ങൾ ഇങ്ങനെയൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഞങ്ങൾ കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്തിട്ട് ഇത് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു എൻക്ലോഷർ കൂടെ ഉണ്ടെങ്കിൽ കൊടുക്കും. So with this one is letter of complaint. ഈ ഒരു സെഷനിൽ we'll be dealing with letter of complaint. What do you mean by a letter of complaint, my dear students? A letter of complaint is a formal way of communicating your dissatisfaction with the service or product. It is important to be clear, concise, and respectful even when you're unhappy. എന്താണ് നമ്മളുടെ dissatisfaction? ഇപ്പൊ ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ, let it be organization A. ഈ എന്റെ ഒരു പ്രോഡക്റ്റ് ഇവര് വാട്ടർ ബോട്ടിൽ, ഒരു വാട്ടർ ബോട്ടിൽ ആണ് അവർ ഇറക്കിയിട്ടുള്ള പ്രോഡക്റ്റ്. ഈ വാട്ടർ ബോട്ടിൽ പെട്ടെന്ന് ഭയങ്കര ലൂസ് ആയിട്ട് ഇതിന്റെ ക്യാപ്പ് പോകുന്നു. ഈ ലൂസ് ആയിട്ട് ക്യാപ്പ് പോകുമ്പോൾ എന്താണ് അവിടെ നമുക്ക് പ്രോഡക്റ്റിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ ഇത് ഹയർ പ്രൈസിൽ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ മേ ബി ഓഫ് ദിയർ സർവീസസ് ആയിരിക്കാം. അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവൃത്തികളിൽ അല്ലെങ്കിൽ സർവീസസിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓർ വിൽ ബി അൺഹാപ്പി വിത്ത് ദി പ്രോഡക്ട്സ് വി ആർ ഗെറ്റിംഗ്. ഈ ഒരു കാരണം കൊണ്ട് വിൽ ബി ഫൈലിംഗ് കംപ്ലൈന്റ്. ഒരു കംപ്ലൈന്റ് ആയിട്ട് അവരോട് അറിയിക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഡിസാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ടു ബി ക്ലിയർ. എന്താണ് നിങ്ങളുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് it should be concise. വലിയ വലിച്ചു തീറ്റിട്ട് ഞങ്ങളുടെ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്ന് പറയില്ല. You should be up to the point, very point. You have to not what all are the dissatisfaction, what all points have to be noted by the company. And third one is you should be respectful while writing a letter of complaint. എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, നിങ്ങൾ ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് കിട്ടിയത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു അൺഹാപ്പിനെസ് കിട്ടിയത്, നിങ്ങളുടെ സർവീസസ്, നിങ്ങളുടെ ആൾക്കാർ, നിങ്ങളുടെ എംപ്ലോയീസ് കൊള്ളാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ഒരു കംപ്ലൈന്റ് ലെറ്റർ എടുത്തത്. എങ്ങനെയാണ്? It should be of a respectful manner. Even when you're unhappy, you have to write the letter in a very respectful manner. Letters of complaint should explain the issue clearly and state what action you expect the company to take. So എന്താണ്? It should contain what is your issue. എന്താണ് ഇഷ്യൂ എന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം you have to write issue first of all, and you have to tell what is the solution you are seeking forward. The solution in the ചോദിക്കുക. The first one is issue and the second one is the solution you have to you are asking forward for. എന്താണ് നിങ്ങൾ അവിടുന്ന് സൊല്യൂഷൻ ആയിട്ട് സീക്ക് ചെയ്യുന്നത് എന്നത് കൂടെ നിങ്ങൾ ആ ഒരു ലെറ്റർ ഓഫ് കംപ്ലീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. So what are the additional points we have to write while we are going through the complaint letter? First one is stay polite and respectful. എത്ര വലിയ ഡിസാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും, എത്ര വലിയ അൺഹാപ്പിനെസ് തരുന്ന ഒരു സർവീസ് ആണെങ്കിലും, you have to stay very polite as well as respectful. Stay polite and respectful even if you're upset. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർവീസസ് ആയിക്കോട്ടെ, ആ സർവീസിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു സ്പായിൽ പോയി, ആ ഒരു സ്പാ നടത്തുന്ന ആൾക്ക് നിങ്ങൾ അത്രയും നന്നായിട്ടല്ല ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ട്രീറ്റിംഗ് ചെയ്യുന്നത് അവരുടെ സർവീസിൽ നിങ്ങൾ ഡിസാറ്റിസ്ഫൈഡ് ആണ്. ഈവൻ ഇഫ് യു ആർ അപ്സെറ്റ് ദാറ്റ് യുവർ പ്രോഡക്റ്റ് ഓർ സർവീസസ്, അതിന് നിങ്ങൾ അപ്സെറ്റ് ആയിരിക്കുകയാണെങ്കിൽ പോലും you have to write the letter or the complaint letter in a very polite manner, in a very respectful manner. The second one is be clear and specific. എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്ന് ക്ലിയർ ആക്കണം. What is the dissatisfaction you are having? It should be clear and specify what all solutions are you seeking for. എന്തൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന സൊല്യൂഷൻസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന്
you should be specific. And the third point എന്താണ് മക്കളെ? Provide evidence. Provide evidence such as receipts, warranties or photographs. ഇപ്പൊ ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കെറ്റിൽ മേടിച്ചു എന്ന് വിചാരിച്ചു. I bought a kettle. കെറ്റിലിന്റെ ലിഡാണ്. ജഗ്ഗൊക്കെ പോലെ ഇരിക്കുന്നുണ്ടാവും. But still, this is a kettle. ഈ കെറ്റില് ഞാൻ മേടിച്ചു. ഈ കെറ്റിലിന്റെ വാറണ്ടി കാർഡിൽ എഴുതിയിട്ടുണ്ട്. വാറണ്ടി കാർഡിൽ എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് അപ് ടു 1 year സർവീസ് ഉണ്ട് എന്ന് എനിക്ക് എഴുതിയിട്ടുണ്ട്. സോ ഐ എം റൈറ്റിംഗ് ടു ദ സ്പെസിഫിക് കമ്പനി, ഇല്ലെങ്കിൽ അവരുടെ മേടിച്ച ഷോപ്പിലേക്ക് ഞാൻ എഴുതുവാണ്, ഇല്ലെങ്കിൽ അവരുടെ കമ്പനിയിലേക്ക് ഞാൻ ഈ മേടിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു കെറ്റിലിന്റെ കമ്പനിയിലേക്ക് ഞാൻ അയക്കുകയാണ്. ഇത് കേടായതിനു ശേഷം ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, കാരണം എന്താണ്, ഇത് ഇലക്ട്രിസിറ്റിയിൽ കുത്തി വെച്ചിട്ട് പോലും ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അപ്പൊ ഈ വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്ത ഒരു സാധനം എനിക്ക് വർക്ക് ചെയ്യിപ്പിച്ചു കിട്ടണം, ഇല്ലെങ്കിൽ ഐ ഹാവ് ടു ഗെറ്റ് എ ന്യൂ കെറ്റിൽ. സോ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് കംപ്ലൈന്റ് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് എന്താണ്, യു ഹാവ് ടു റൈറ്റ് ഫോർമൽ തിങ്സ് ആൻഡ് ഓൾ, ആൻഡ് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് യു ബോട്ട് ഫ്രം ദ സ്പെസിഫിക് കമ്പനി. ഇവരുടെ വാറണ്ടി കാർഡ് കൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്ത് എൻക്ലോഷറിൽ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ വാറണ്ടി ഉണ്ട്, ഇല്ലെങ്കിൽ ഇത് മേടിച്ചിട്ടുള്ള റെസീപ്റ്റ്സ് കൊടുക്കാം. ഷോപ്പിലാണ് കൊടുക്കുന്നെങ്കിൽ അവിടുത്തെ റെസിപ്റ്റ് കൊടുക്കുക, വാറണ്ടി കൊടുക്കുക. ഇല്ലെങ്കിൽ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ലോ ക്വാളിറ്റിയിലുള്ള ഒരു സാധനം അവർ തന്നു പറ്റിച്ചതിന് ശേഷം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോ നൗ വി ആർ ഗോണ ലുക്ക് അപ്പോൺ the letter of inquiry. Letter of inquiry ലോട്ടാണ് second portion or the second type of letter is the letter of inquiry. A letter of inquiry is a formal communication asking for specific information or details. എന്താണ് letter of inquiry? എന്താണ്? It is asking for a specific information or details. ഒരു കമ്പനിയോട് നിങ്ങൾ ചോദിക്കുകയാണ്, have bought a specific product, അല്ലെങ്കിൽ ഇപ്പൊ ഒരു നിങ്ങളൊരു എന്താ പറയാ ബോൾ സംതിങ് മേടിച്ചു വിചാരിക്കാം, ഒരു റാമൻ മേടിച്ചു. ഈ റാമൻ മേടിച്ചു, നിങ്ങൾക്ക് അലർജിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ട്, നിങ്ങൾക്ക് അലർജി ഉള്ള കുറച്ച് സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോ ആ ഐറ്റംസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല ഏതൊക്കെയാണ് ഐറ്റംസ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഉണ്ടോ, അല്ലെങ്കിൽ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണം. So as a further inquiry about the information regarding the ingredients of the particular product, you're asking or inquiring the specific company who had brought in this particular product. You're asking the company whether you're having or you're seeking for an information regarding the ingredients that has been used with this particular product. You're asking a specific information towards the country or in detailed ഇതിന്റെ details അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലതിന്റെ informations അറിയാൻ വേണ്ടിയിട്ട് you're asking someone about something. So in a formal way of communication, you're writing a letter, and it's generally known as a letter of inquiry. It should be clear, concise, and to the point, ensuring that the recipient understands exactly what information is required. എന്താണ്? It should have the same points, clear, it should be concise and to the point. ചെറുതായിരിക്കണം, നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങൾ എന്തിനാണ്, എന്ത് ക്വസ്റ്റൻ ആണ് സീക്ക് ചെയ്യുന്നത്, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ബി കൺസൈസ് ആൻഡ് ടു ദ പോയിന്റ്. നിങ്ങൾക്ക് ഇതൊക്കെയാണ് ആവശ്യം. സോ യു ഹാവ് ടു ഗിവ് സച്ച് ആൻഡ് സച്ച് സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ സൺസ്ക്രീൻസിനൊക്കെ SPF ടെസ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസിനൊക്കെ ഓരോ ഇങ്ങനെ ലാബ് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഈ ലാബ് റിപ്പോർട്ട്സ് സീക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് വിചാരിച്ചു. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ കമ്പനിയോട് നിങ്ങൾ ചോദിക്കുകയാണ്, ഇത് ലാബ് റിപ്പോർട്ട്സ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം. സോ ഇറ്റ്സ് എ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഫോർ എ സ്പെസിഫിക് ഇൻഫർമേഷൻ യു ആർ ആഡിങ് or you are writing a formally communicating with the specific company, and you are asking them a specific ആയിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. So it is up to the point you are asking for the lab reports, ensuring that the recipient understands exactly what information is required. അപ്പൊ അവർക്ക് ഇത് വായിക്കുമ്പോഴേ മനസ്സിലാവും, നിങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാർഡ് കയറി പോകുന്നില്ല. Instead you are up to the point and asking for the lab reports. Clear അല്ലേ മക്കളെ? Set അല്ലേ? So with the colorful pop-up we are moving on with the letter of inquiry. Yes.
What are the points to be remembered while we are preparing the letter of inquiry? The first one is mention references. എന്തൊക്കെയാണ് റെഫറൻസസ്, നിങ്ങൾ നോക്കിയിട്ടുള്ള റെഫറൻസസ് ഏതൊക്കെയാണ് അതെല്ലാം കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. സോ ഈ ഒരു സൺസ്ക്രീനിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള, ഇവരുടെ വെബ്സൈറ്റ് ഉണ്ടാവും, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കുകയാണ് ഡെർമറ്റോക്കിന്റെ ആണെങ്കിൽ അവിടെ വെബ്സൈറ്റിൽ അടിച്ചു നോക്കുകയാണ് യു ആർ എൻക്വയറിംഗ് അബൌട്ട് ദ ലാബ് റിപ്പോർട്ട്സ്. സോ ഇങ്ങനെ റെഫറൻസ് നോക്കിയിട്ട് കൊടുക്കുക. ലെറ്റേഴ്സ് ഓർ ഡോക്യുമെന്റ്സ് ഓഫ് ബോത്ത് പാർട്ടീസ് ഇഫ് എനി ഫുൾ ആണോ, ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അതിന് എഫക്ട്സ് എന്തായിരിക്കാം എന്നൊക്കെ നിങ്ങൾ എൻക്വയറി ചെയ്യാണെന്ന് വിചാരിച്ചോ. സോ യു ആർ റെഫറിംഗ് ടു സംതിങ്, യു ആർ റെഫറിംഗ് ടു ദ വെബ്സൈറ്റ് of the particular company. Second point to be used is be specific. Be specific in your inquiry. എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് ചോദിക്കുക. You are asking forward for the company to give the Raman's ingredients. ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ എനിക്ക് മഷ്റൂംസ് അലർജി ആണ്, ഇല്ലെങ്കിൽ ആ മഷ്റൂംസ് നിങ്ങൾ ഇതിനകത്ത് സ്പെസിഫിക് മഷ്റൂംസ് നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സ്പെസിഫിക് എൻക്വയറി up to the point ആയിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. And third one is indicate urgency. Indicate urgency. Make it clear if the matter is urgent and needs special attention. എന്താണ് ഇത് ചിലപ്പോ കുറെ നാൾക്ക് ശേഷം ആയിരിക്കും ഇവർ ഇത് കണ്ട് റിപ്ലൈ അയക്കുന്നത്. സോ make it urgency. Make it clear if the matter is urgent and needs special attention. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് അറിയണം, കാരണം അത് ഒരു പേഷ്യന്റ് കൊടുക്കാനുള്ള മെഡിസിന്റെ ഒക്കെ കാര്യങ്ങളാവുമ്പോൾ ഈ മെഡിസിൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ പേഷ്യന്റിന് അലർജിയുടെ കാര്യങ്ങൾ അല്ലെ, ഈ അലർജി കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് യു വിൽ ബി എക്വയറിംഗ് സർട്ടൻ തിങ്സ് ടു ദ സ്പെസിഫിക് മെഡിസിൻ കമ്പനീസ്. സോ ഈ മെഡിസിൻ കമ്പനിയോട് നിങ്ങൾ എക്വയർ ചെയ്യാണ് ഇങ്ങനെയൊക്കെ ഇൻഗ്രീഡിയൻസ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് അർജന്റ് ആയിട്ട് എമർജൻസി ആയിട്ട് ചോദിക്കുകയാണ്. സോ ദേ ഷുഡ് ട്രീറ്റ് ദ സ്പെസിഫിക് ലെറ്റർ ഓഫ് ഇൻക്വയറി വിത്ത് അർജന്റ് ടു ദ യൂസർ. ആ യൂസറിന്റെ ആ കൊടുത്തിരിക്കുന്ന എൻക്വയറിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അത് അർജന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എൻ അർജന്റ് മെസ്സേജ്. നൗ ലെറ്റ്സ് ലുക്ക് അപ്പോൺ എ സാമ്പിൾ ഓഫ് എ മെമ്മറാൻഡം. ഒരു മെമ്മറാൻഡത്തിന്റെ സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ വായിക്കാൻ പോകുന്നത്. We have discussed priorly, we have discussed what a memorandum is, and we have defined what a memo is. An informal return or typed message to someone in the same organization. ഒരു ഓർഗനൈസേഷൻ അകത്ത് ഒരു ഇന്റേണൽ ഡിസ്കഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെമ്മോസ്. So how does a memo look? Let's look upon how does a memo look. So here it is given a sample memorandum. എന്താണ് മെമ്മോ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തിനെ കുറിച്ചുള്ള ഒരു മെമ്മോ? ഈ ഒരു ഓർഗനൈസേഷൻ, let us name this organization as ABC. ഈ ABC കമ്പനിയുടെ അകത്ത് ഒരു സ്കൂട്ടർ തെഫ്റ്റ് പോയിട്ടുണ്ട്. അവർ പാർക്ക് ചെയ്തെടുത്ത സ്ഥലത്ത് നിന്ന് ഒരു സ്കൂട്ടർ കാണാതെ പോയി, തെഫ്റ്റ് ആയി പോയി. സോ ദേ ആർ ഡിസ്കസിംഗ് അബൌട്ട് ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അവരുടെ ഹെഡ് ഓഫീസസ് ഒരു മെമ്മോ വേറെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഓഫീസസിന് കൊടുക്കാണ്. അവരുടെ സബോർഡിനേറ്റ്സുമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് കൊണ്ടുവരാൻ പറ്റുക, ഇത് ഇവരുടെ പ്രൊവിഷൻസ് കൊടുക്കുക, ആസ് വെൽ ആസ് അവരുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി വെൽക്കം ചെയ്തിട്ടുള്ള ഒരു മെമ്മോ ആണ്. സോ ലെറ്റ്സ് ലുക്ക് ഹൗ എ മെമ്മോ ഇസ് റിട്ടൺ. So memorandum is written in a format that you're giving date first, from, to, and the subject. So the date, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുക്കുക. ഫ്രം അഡ്രസ്, ആരാണ് കൊടുക്കുന്നത്, ആരാണ് ഈ മെമ്മോ എഴുതുന്നതെന്ന് കൂടെ വേണം. കാരണം ഈ ഒരു മെമ്മോ നമ്മൾ റീഡ് ചെയ്യണമെങ്കിൽ ആരിൽ നിന്നാണ് വന്നത്, എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നൊരു ഫ്രം അഡ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സിഇഒ ആണ് മെമ്മോ എഴുതിയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസർ ആണ് ഇത് മെമ്മോ എഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ we have to read that with such a intention. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ we have to complete with certain particular period. ആ ഒരു പീരിയഡിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊരു മെന്റാലിറ്റി കൊണ്ടായിരിക്കണം നമ്മൾ അത് വായിക്കേണ്ടത്. സോ ഫ്രം അഡ്രസ് ഇസ് ഗിവൻ ഫ്രം ഡയറക്ടർ, ആ ബിൽഡിംഗിന്റെ ഡയറക്ടറിൽ നിന്നാണ് ഈ ഒരു മെമ്മോ വന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ, ടു, ആർക്കാണ് ഈ മെമ്മോ അയക്കുന്നത്? കാരണം ഈ ഒരു മെമ്മോ കൊണ്ട് പാസ് ചെയ്യുമ്പോൾ ആർക്കാണ് വായിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ പാടില്ല. So it is denoting to whom this memo is written. To the security manager. ഇത് ആരാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്? ഈ സ്കൂട്ടിയുടെ കാര്യം, ഇവിടെ ഒരു സ്കൂട്ടർ ഉള്ള ഒരു കാര്യം. Imagine this is a scooty. ഈ സ്കൂട്ടി ഉള്ള ഒരു കാര്യം
ഈ സ്കൂട്ടി തെഫ്റ്റ് ആയി പോയത് ആരുടെ ലയബിലിറ്റി ആണ്? The liability will lie upon the security manager. So ഈ security manager ആണ് എഴുതുന്നത് ഈ ഒരു മെമ്മോ എഴുതിയിട്ട് ഡയറക്ടർ അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന ബിൽഡിങ്ങിന്റെ ഡയറക്ടർ എഴുതി ആർക്ക് കൊടുക്കുന്നു? സെക്യൂരിറ്റി മാനേജർക്ക് കൊടുക്കുന്നു. സോ വാട്ട് ഇസ് ദ സബ്ജക്ട് ഓഫ് ദിസ് മെമ്മോ? എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സെക്യൂരിറ്റി മെഷേഴ്സ്. ഈ സെക്യൂരിറ്റി മാനേജർക്ക് എഴുതാനുള്ള കാര്യം എന്തൊക്കെയാണ്? സെക്യൂരിറ്റി മെഷേഴ്സ് ടു ബി ടേക്കൻ ഫോർവേഡ് ഫോർ ഇൻ ദ പാർക്കിംഗ് അലോട്ട്മെന്റ്സ്. ഈ പാർക്കിംഗ് അലോട്ട്മെന്റ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ള സെക്യൂരിറ്റി മെഷേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു മെമ്മറാൻഡം ആണ് അല്ലെ. സോ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ഗിവൻ ആസ് date, from, to, and the subject is given. Now let's read. The theft of scooters in the previous week from our parking shed is important. എന്താണ് അവിടെ ഒരു theft നടന്നില്ലേ? The theft of scooters in the previous week from our parking shed is important. Parking shed ലാണ് ഒരു സ്കൂട്ടർ കാണാതായത്. Security measures should be taken with an immediate effect. എന്താണ്? പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ ഉറപ്പുവരുത്താണ് ചെയ്യേണ്ടത്. സെക്യൂരിറ്റി മെഷേഴ്സ് ഷുഡ് ബി ടൈറ്റൻ വിത്തിൻ immediate effect. With immediate effect, the security measures should be tightened. Third one is a strict surveillance and control system should be implemented. ഒരു surveillance, there should be surveillance from the part of the human beings. Securities അത് സർവൈവ് ചെയ്യണം, അവരെ ബാക്കിയുള്ള പാർക്കിംഗ് ലോട്ട്സിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. They have to care for the parked vehicles over there. And also ഒരു digital version കൂടെ നമുക്ക് ഒരു strict surveillance വേണം. So strict surveillance and a control system should be implemented. Only permanent token holders should be allowed to park their vehicles in the parking shed. എന്താണ്? പ്രൈമറി ആയിട്ട് ഒരു ടോക്കൺ എടുത്ത് വെച്ചിട്ടുള്ള, പ്രയർ ആയിട്ട് ടോക്കൺ എടുത്ത് വെച്ചിട്ടുള്ള ആൾക്കാരെ മാത്രം ആ ഒരു ഷെഡിലേക്ക് കടത്തി വിട്ടാൽ മതി. കാരണം ഇതൊന്നും വെഹിക്കിൾസ് ഇല്ലാതെ വരുന്ന ആൾക്കാരാണ് മറ്റുള്ളവരുടെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നത്. സോ പ്രയർ ടോക്കൺ ഹാസ് ടു ബി മെയിൻറ്റെയിൻ. ഒരു ഈ ടോക്കൺ കാണിച്ചതിന് ശേഷം മാത്രം ആരൊക്കെ അകത്ത് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. സോ ഹൂ ഹാവ് സ്റ്റോളൻ ദ പർട്ടിക്കുലർ വെഹിക്കിൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ടോക്കൺ ഉപയോഗിച്ച് അറിയാൻ പറ്റും. സോ ഓൺലി പെർമനന്റ് ടോക്കൺ ഹോൾഡേഴ്സ് ഷുഡ് ബി അലൗഡ് ടു പാർക്ക് their vehicles in the parking shed. So കുറച്ച് പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി സബ്സെക്ഷൻസ് കൊടുക്കുന്നത് പോലെ കുറച്ച് പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. The first one, please issue identity cards to all the employees of the building. ആ ഒരു ബിൽഡിങ്ങിലുള്ള എല്ലാ ആൾക്കാർക്കും എന്താണ്? ഐഡന്റിറ്റി കാർഡ്സ് കൊടുക്കുക. B, each employee should be given photographs. എന്താണ്? ഫോട്ടോസും കൂടെ ഓരോരുത്തർക്കും കൊടുക്കണം. C, the parking caretaker should be appointed with immediate effect. പാർക്കിംഗ് കെയർടേക്കർ, ഇവിടെ സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിടത്ത് മാത്രം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. സോ ദ സെക്യൂരിറ്റി മാനേജർ ഇസ് ഇൻ ചാർജ് ഓഫ് കൺട്രോളിംഗ് ദ ഹോൾ ബിൽഡിംഗ്. അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ആ കമ്പനിയുടെ മൊത്തം ഇഷ്യൂസും സെക്യൂരിറ്റി ഇഷ്യൂസും ഹാൻഡിൽ ചെയ്യുന്നത് ദിസ് പെർട്ടിക്കുലർ സെക്യൂരിറ്റി മാനേജർ ആയിരിക്കും. സോ എ പെർട്ടിക്കുലർ immediate post should be made for the caretaking of this parked vehicles. So a parking caretaker should be appointed with immediate effect. D, what's the D point? A full-time watchman should be engaged. അവിടെ ഒരു full-time watchman എന്തായാലും നിയമിക്കണം. So there should be a new post for a full-time watchman also. E says that manager or personnel may be consulted with the recruitment. ഇതിന് ഈ ഒരു കാര്യം, ഈ റിക്രൂട്ട്മെന്റ്സിന് വേണ്ടിയിട്ട്, അതായത് ഒരു full-time watchman as well as a parking caretaker വേണ്ടിയിട്ട് you have to consult a manager. You have to ask the permission of the manager to consult such people, to consult the full-time watchman as well as to consult and to employ a parking caretaker. You have to consult with the manager. Clear illa makkale? So such and such provisions are given from the part of the director of the building to the security manager on behalf of taking care of the parked vehicles or the security maintenance of the security measures in the parked area. So this is a simple memo, and at last we can see that please discuss these and other security measures with the members of the staff. Their suggestions will be welcome. Appo ee security manager aanale, security manager, ഈ ഒരു സെക്യൂരിറ്റി മാനേജർ, ഈ സെക്യൂരിറ്റി മാനേജർക്ക് അണ്ടറിൽ കുറെ സബോർഡിനേറ്റ്സ് ഉണ്ടാവും അല്ലെ. അണ്ടറിൽ കുറെ സബോർഡിനേറ്റ്സ് ഉണ്ടാവും. ഈ സബോർഡിനേറ്റ്സിനോടൊക്കെ ചോദിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ടു എംപ്ലോയ് പാർക്കിംഗ് കെയർടേക്കർ, ടു എംപ്ലോയ് ഫുൾ ടൈം വാച്ച്മാൻ, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? വാട്ട് ഓൾ ആർ യുവർ സജഷൻസ് എന്നൊക്കെ ചോദിച്ചിട്ട്
അതും കൂടെ വെൽക്കം ചെയ്യാണ് ആ ഒരു ഡയറക്ടർ ഓഫ് ബിൽഡിംഗ് ഫ്രം ദ പാർട്ട് ഓഫ് ദ സെക്യൂരിറ്റി മാനേജർ. And also he is signing, he is writing his designation, what is he എന്ന് എഴുതാണ് the director of the building. ആ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആണ് എഴുതുന്നത്. എന്റെ പേര് എഴുതി എന്റെ സൈനും ഇട്ട് അവിടെ ഡയറക്ടർ ബിൽഡിംഗ് എനിക്ക് എഴുതി ഡെസിഗ്നേഷനും കൂടെ എഴുതിയിട്ട് മെമ്മറാൻഡം കംപ്ലീറ്റ് ചെയ്യാണ്. സോ ദിസ് ഇസ് എ ബേസിക് സ്ട്രക്ചർ ഓഫ് വാട്ട് എ മെമ്മറാൻഡം ഇസ്. എങ്ങനെയാണ് മെമ്മറാൻഡം എഴുതുന്നതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ ഹാവിംഗ് എ ഡേറ്റ് ഫ്രം അഡ്രസ് ടു ഫ്രം ആരാണ് ഡെസിഗ്നേഷൻ, ഫ്രം ഡെസിഗ്നേഷൻ ടു ഡെസിഗ്നേഷൻ ആൻഡ് വാട്ട് ഇസ് ദ സബ്ജക്ട്. ആ ഒരു മെമ്മോന്റെ സബ്ജക്ട് എന്താണ്, ആൻഡ് വെരി ഷോർട്ട് ആയിട്ട് കൺസൈസ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് നടത്തുന്നത് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ദ സെക്യൂരിറ്റി മെഷർ ഷുഡ് ബി ടൈറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആസ് വെൽ ആസ് സ്ട്രിക്ട് സർവൈവൽ ഷുഡ് ബി performed and such provisions are to be taken care of എന്ന് പറഞ്ഞിട്ട് ഒരു 5 provisions കൂടെ തന്നു. As well as we are welcoming the suggestions of the other members of security measures. Along with that, he is signing as well as giving his designation. So with this we have completed how to write a sample memo. So this is a sample memo we have discussed. So with this we are winding up today's session. In this session we have discussed two types of letters. The first one is letter of complaint and the second one is letter of inquiry. So with this we are winding up our session with